സ്നേഹമുള്ളവരെ, മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെ പ്രത്യേകിച്ച് അവരുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് മാറുന്നതാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ രണ്ട് മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ വളരെ തുറവിയോടുകൂടി സംസാരിക്കുന്ന യേശു, എന്നാൽ അതിനുശേഷം വളരെ കഠിനമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന യേശുവിനെയും നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് യേശുവിനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്? വളരെ ചുരുക്കി പറഞ്ഞാൽ, യേശുവിൽ നമ്മൾ അനുകമ്പയുടെ മുഖവും കാണുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ തൻ്റെ വാക്കുകളോട് പൂർണ്ണമായിട്ടും കൂറ് പുലർത്തിയിരുന്ന ഒരാൾ, അതുപോലെ ജീവിക്കുവാനായിട്ട് ശ്രമിച്ച ആൾ. മറ്റുള്ളവർ തൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിൽ, വചനം പ്രഘോഷിക്കുന്നത് യേശുവിന് അതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം അവർ അതുവഴി മോശം കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള ഒരു ചിന്ത യേശുവിനുണ്ടായിരുന്നു. എല്ലാവരും യേശുവിനെ പോലെയാണോ ചിന്തിച്ചിരുന്നത്? ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? തീർച്ചയായിട്ടും യേശുവിനെ പ്രഘോഷിക്കുന്ന, യേശുവിനെ ജീവിക്കുന്ന ഒത്തിരി പേര് ആ നാമത്തോട് കൂറ് പുലർത്തുന്നുണ്ട്. എന്നാൽ അത് എപ്പോഴും അങ്ങനെയല്ല. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നവർ എല്ലാവരും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരൊന്നുമല്ല. കഴിഞ്ഞിടയ്ക്ക് ഒരു ഡോക്യുമെൻ്ററി ഫിലിം കാണുകയുണ്ടായി. അമേരിക്കയിലുള്ള എവാങ്കലിക്കലായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. അവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. യേശു തൻ്റെ ജീവിതകാലത്ത് കരുണയുള്ളവനായിരുന്നുവെന്നും, എന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവിൽ എല്ലാവരെയും വിധിക്കുവാൻ വരുമെന്നുമുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നവർ. നമ്മളും അതുതന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി ഇതിലെ വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്നുള്ളത്, ഇവർ പറയുന്നത് യേശു നീതി നടപ്പാക്കുന്നത് ആയുധങ്ങളുടെ ബലത്തിലായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ വാളുകളും തോക്കുകളുമായിട്ടാണ് ഇവർ യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഈ മനുഷ്യരും യേശുവിൻ്റെ നാമം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവരും അവരുടെ കൈകളിലെടുക്കുന്നത് യേശുവിൻ്റെ വചനം കൂടി ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാണോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. യേശുവിനെ അനുഗമിക്കുന്നവർ നീതിയുള്ള അനുയായികളായിരിക്കണം. അത് അക്രമം കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ അല്ല. നീതിയുടെയും അനുകമ്പയുടെയും മാർഗത്തിലാണ് നമ്മൾ യേശുവിൻ്റെ അനുയായിയായിട്ട് നിൽക്കേണ്ടത്. അപ്പോസ്തലനായിട്ടുള്ള യാക്കോബ് പറയുന്ന പോലെ നമ്മൾ നിധി സമ്പാദിക്കണം. അത് ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയല്ല, സ്വർഗീയ ജീവിതത്തിന് വേണ്ടിയിട്ട്. ശരിയായിട്ടുള്ളത് ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് യേശുവിന് പ്രധാനമായിട്ടുള്ളത്. ഒരു പാത്രം ജലം നൽകി മനുഷ്യന് ഉപകാരം ചെയ്യുക എന്ന് പറയുന്ന യേശുവിൻ്റെ വാക്കുകൾ ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതാകാം വലുതാകാം, അത് നല്ല മനസ്സോടുകൂടി ചെയ്യുമ്പോൾ അത് നന്മയാകുന്നു. ഇനി അത് ചെയ്യാതെ വരുന്നവർ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം. അതിന് യേശു ഇവിടെ ഉപയോഗിക്കുന്നത് അല്പം പ്രതീകാത്മകമായിട്ടുള്ള ഭാഷയാണെന്ന് മാത്രം. അതുവഴി യേശു പറയുവാൻ ഉദ്ദേശിക്കുന്നത് നന്മ ചെയ്യുക, നല്ലതായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ചുറ്റും ഒത്തിരി മനുഷ്യർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അത് അംഗീകരിക്കുവാനായിട്ട്, കാണുവാനായിട്ട് ചിലപ്പോഴൊക്കെ ചില പ്രതിബന്ധങ്ങൾ നമുക്കുണ്ട്. മറ്റുള്ളവരിലെ നന്മയെ കാണുവാൻ, അംഗീകരിക്കുവാൻ, അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുവഴി നമുക്ക് ചുറ്റും നന്മയെ വളർത്തുവാൻ നമുക്കാകട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.